MTS എന്നത് ഇന്ത്യക്കാർക്ക് സുപരിചിതമായ ഒരു പേരാണ്. MTS എന്നാൽ മൊബൈൽ ടെലി സിസ്റ്റംസ് എന്നാണ് അർത്ഥമാക്കുന്നത്. കുറഞ്ഞ നിരക്കിൽ വേഗതയേറിയ ഇന്റർനെറ്റ് നൽകി അവർ ഇന്ത്യയിൽ വിപ്ലവം സൃഷ്ടിച്ചു. ഇതൊരു വലിയ കമ്പനിയുടെ വളർച്ചയുടെയും തകർച്ചയുടെയും കഥയാണ്. MTS ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കമ്പനി ആയിരുന്നില്ല. ഇത് റഷ്യ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ആഗോള ഭീമനാണ്. ഈ കമ്പനിയുടെ തുടക്കം മുതൽ അവസാനം വരെയുള്ള കഥ നമുക്ക് വിശദമായി പരിശോധിക്കാം. MTS എന്ന കമ്പനി 1993 റഷ്യയിലാണ് സ്ഥാപിതമായത്. മോസ്കോ നഗരത്തിലായിരുന്നു ഇതിന്റെ തുടക്കം. സിസ്റ്റമ എന്ന വലിയ റഷ്യൻ ഗ്രൂപ്പാണ് ഈ കമ്പനിക്ക് രൂപം നൽകിയത്. തുടക്കത്തിൽ മോസ്കോയിൽ മാത്രമായിരുന്നു അവർ സേവനം നൽകിയിരുന്നത്. പിന്നീട് അവർ റഷ്യ മുഴുവൻ തങ്ങളുടെ ശൃംഖല വ്യാപിപ്പിച്ചു. വളരെ വേഗം തന്നെ റഷ്യയിലെ ഏറ്റവും വലിയ ടെലികോം കമ്പനിയായി MTS മാറി. റഷ്യയ്ക്ക് പുറമെ അർമേനിയ, ബെലാറസ്, ഉക്രൈൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലും അവർ ബിസിനസ് ആരംഭിച്ചു. 2010 ആയപ്പോഴേക്കും അവർക്ക് ലോകത്താകമാനം 10 കോടിയിലധികം ഉപഭോക്താക്കളെ നേടാൻ കഴിഞ്ഞു. ശതകോടിക്കണക്കിന് ഡോളർ വരുമാനമുള്ള ഒരു വമ്പൻ കമ്പനിയായി അവർ മാറി. റഷ്യയിലെ വൻ വിജയത്തിന് ശേഷം സിസ്റ്റമ ഗ്രൂപ്പ് ഇന്ത്യയിലേക്ക് ശ്രദ്ധ തിരിച്ചു. 2007 ഇന്ത്യൻ ടെലികോം വിപണി വളരെ വേഗത്തിൽ വളരുകയായിരുന്നു. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ സിസ്റ്റമ തീരുമാനിച്ചു. വിദേശ കമ്പനികൾക്ക് ഒറ്റയ്ക്ക് ഇന്ത്യയിൽ ടെലികോം തുടങ്ങാൻ കഴിയില്ലായിരുന്നു. അതിനാൽ അവർ ശ്യാം ടെലിലിങ്ക് എന്ന ഇന്ത്യൻ കമ്പനിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. 2007 സെപ്റ്റംബർ മാസത്തിൽ സിസ്റ്റമ ശ്യാം ടെലിലിങ്കിൽ നിക്ഷേപം നടത്തി. 11.4 ദശലക്ഷം ഡോളർ നൽകി അവർ കമ്പനിയുടെ 10% ഓഹരികൾ വാങ്ങി. പിന്നീട് ഈ കമ്പനിയുടെ പേര് സിസ്റ്റമ ശ്യാം ടെലി സർവീസസ് ലിമിറ്റഡ് എന്ന് മാറ്റി. ചുരുക്കത്തിൽ ഇത് SSTL എന്ന് അറിയപ്പെട്ടു. ഇന്ത്യയിൽ MTS എന്ന പേരിൽ സേവനം നൽകാനാണ് അവർ തീരുമാനിച്ചത്. ടെലികോം സേവനം തുടങ്ങാൻ സർക്കാരിൽ നിന്ന് സ്പെക്ട്രം ലഭിക്കേണ്ടതുണ്ട്. 2008 ഇന്ത്യൻ സർക്കാർ പുതിയ ടെലികോം ലൈസൻസുകൾ നൽകാൻ തുടങ്ങി. MTS ഇന്ത്യയിലുടനീളം സേവനം നൽകാൻ അപേക്ഷ നൽകി. അവർക്ക് ഇന്ത്യയിലെ 22 ടെലികോം സർക്കിളുകളിലും പ്രവർത്തിക്കാൻ അനുമതി ലഭിച്ചു. ഇതൊരു വലിയ നേട്ടമായിരുന്നു. CDMA സാങ്കേതികവിദ്യ ഉപയോഗിക്കാനാണ് MTS തീരുമാനിച്ചത്. അന്ന് എയർടെൽ, വോഡഫോൺ തുടങ്ങിയ കമ്പനികൾ GSM സാങ്കേതികവിദ്യയാണ് ഉപയോഗിച്ചിരുന്നത്. ഇന്റർനെറ്റ് വേഗതയ്ക്ക് CDMA മികച്ചതാണെന്ന് MTS വിശ്വസിച്ചു. തുടർന്ന് അവർ പുതിയ മൊബൈൽ ടവറുകൾ നിർമ്മിക്കാൻ തുടങ്ങി. 2009 മെയ് മാസത്തിൽ MTS തങ്ങളുടെ സേവനം ഔദ്യോഗികമായി ആരംഭിച്ചു. കൊൽക്കത്തയിലും പശ്ചിമ ബംഗാളിലുമാണ് അവർ ആദ്യം തുടക്കം കുറിച്ചത്. പിന്നീട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അവർ അതിവേഗം വളർന്നു. തമിഴ്നാട്, കേരളം, രാജസ്ഥാൻ, ബീഹാർ, ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ അവർ സേവനം തുടങ്ങി. 2010 ഒക്ടോബറിൽ ഉത്തർപ്രദേശിലും അവർ എത്തി. കുറഞ്ഞ നിരക്കിൽ മികച്ച ശബ്ദ നിലവാരവും ഇന്റർനെറ്റും അവർ വാഗ്ദാനം ചെയ്തു. ആളുകൾ MTSനെ പെട്ടെന്ന് തന്നെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. MTSന്റെ ഏറ്റവും വലിയ വിജയം അവരുടെ ഇന്റർനെറ്റ് ഡോങ്കിളുകളായിരുന്നു. MTS M-Blaze എന്നായിരുന്നു ഇതിന്റെ പേര്. ഒരു പെൻഡ്രൈവ് പോലെയുള്ള ഉപകരണമായിരുന്നു ഇത്. ഇത് കമ്പ്യൂട്ടറിൽ കുത്തി വളരെ വേഗത്തിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ സാധിച്ചിരുന്നു. ഇതിനു മുൻപ് ആളുകൾ ഇന്റർനെറ്റ് കഫേകളെയാണ് ആശ്രയിച്ചിരുന്നത്. വീട്ടിൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുക്കുന്നത് വളരെ ചിലവേറിയ കാര്യമായിരുന്നു. MTS M-Blaze വന്നതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും ഇത് വലിയ ഉപകാരമായി മാറി. മികച്ച വേഗതയും കുറഞ്ഞ നിരക്കും ഇതിനെ ജനപ്രിയമാക്കി. ലക്ഷക്കണക്കിന് ഡോങ്കിളുകൾ അവർ വിറ്റഴിച്ചു. ചുരുങ്ങിയ സമയം കൊണ്ട് ഇന്ത്യയിൽ 1.48 കോടി ഉപഭോക്താക്കളെ നേടാൻ MTSന് സാധിച്ചു. അവർ വിപണിയിലെ ശക്തരായ ഒരു സ്ഥാപനമായി മാറി. എല്ലാം ഭംഗിയായി മുന്നോട്ടു പോകുന്ന സമയത്താണ് കമ്പനിക്ക് വലിയൊരു തിരിച്ചടി ലഭിക്കുന്നത്. ഇന്ത്യയിലെ പ്രശസ്തമായ 2G സ്പെക്ട്രം അഴിമതി കേസ് അപ്പോഴാണ് പുറത്തു വരുന്നത്. 2008 ലൈസൻസുകൾ നൽകിയതിൽ വലിയ അഴിമതി നടന്നു എന്ന് ആരോപണമുയർന്നു. ഈ കേസ് സുപ്രീം കോടതിയിലെത്തി. 2012 ഫെബ്രുവരി 2 സുപ്രീം കോടതി ഒരു സുപ്രധാന വിധി പുറപ്പെടുവിച്ചു. അഴിമതി ആരോപണങ്ങളെ തുടർന്ന് ഇന്ത്യയിലെ 122 ടെലികോം ലൈസൻസുകൾ കോടതി ഒറ്റയടിക്ക് റദ്ദാക്കി. ഇത് MTSനെ വലിയ രീതിയിൽ ബാധിച്ചു. അവർക്കുണ്ടായിരുന്ന 22 ലൈസൻസുകളിൽ 21 എണ്ണവും റദ്ദാക്കപ്പെട്ടു. രാജസ്ഥാൻ സർക്കിളിലെ ലൈസൻസ് മാത്രമാണ് അവർക്ക് നഷ്ടപ്പെടാതിരുന്നത്. ഈ കോടതി വിധി MTSന്റെ നട്ടെല്ലൊടിച്ചു. ഇന്ത്യയിൽ ആയിരക്കണക്കിന് കോടി രൂപയാണ് അവർ നിക്ഷേപിച്ചിരുന്നത്. പെട്ടെന്ന് ഒരു ദിവസം അവർക്ക് ബിസിനസ് തുടരാൻ കഴിയാത്ത അവസ്ഥ വന്നു. ഇന്ത്യയിലെ 10 ടെലികോം സർക്കിളുകളിലെ സേവനം അവർക്ക് നിർത്തിവെക്കേണ്ടി വന്നു. ഈ 10 സർക്കിളുകളിലായി അവർക്ക് 23 ലക്ഷത്തിലധികം ഉപഭോക്താക്കൾ ഉണ്ടായിരുന്നു. കമ്പനിയുടെ ആകെ ഉപഭോക്താക്കളുടെ 15% വരുമായിരുന്നു ഇത്. ഈ പ്രതിസന്ധി കാരണം അവർക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി. റഷ്യൻ സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടു. സിസ്റ്റമയുടെ നിക്ഷേപം സംരക്ഷിക്കണമെന്ന് റഷ്യൻ സർക്കാർ ഇന്ത്യയോട് ആവശ്യപ്പെട്ടു. പക്ഷേ സുപ്രീം കോടതി വിധി മാറ്റാൻ സർക്കാരിന് കഴിയുമായിരുന്നില്ല. ലൈസൻസുകൾ നഷ്ടപ്പെട്ടെങ്കിലും ഇന്ത്യയിൽ നിന്ന് മടങ്ങാൻ MTS തയ്യാറായില്ല. 2013 സർക്കാർ പുതിയ സ്പെക്ട്രം ലേലം പ്രഖ്യാപിച്ചു. MTS ഈ ലേലത്തിൽ പങ്കെടുത്തു. ഡൽഹി, കൊൽക്കത്ത, ഗുജറാത്ത്, കർണാടക, തമിഴ്നാട്, കേരളം, ഉത്തർപ്രദേശ് വെസ്റ്റ്, പശ്ചിമ ബംഗാൾ എന്നീ 8 സർക്കിളുകളിൽ അവർ വീണ്ടും ലൈസൻസ് നേടി. ഇതിനായി 3639 കോടി രൂപ അവർ ഇന്ത്യൻ സർക്കാരിന് നൽകി.
ഈ സർക്കിളുകളിൽ അവർ വീണ്ടും തങ്ങളുടെ സേവനം ശക്തമാക്കി. എന്നാൽ കാര്യങ്ങൾ പഴയതുപോലെ എളുപ്പമായിരുന്നില്ല. വിപണിയിൽ അപ്പോൾ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. CDMA സാങ്കേതികവിദ്യ പതിയെ ഇല്ലാതായിക്കൊണ്ടിരുന്നു. ആളുകൾ GSM ഫോണുകളിലേക്ക് പൂർണ്ണമായും മാറി. GSM ഫോണുകളിൽ സിം കാർഡുകൾ എളുപ്പത്തിൽ മാറ്റാൻ സാധിക്കുമായിരുന്നു. സ്മാർട്ട് ഫോണുകളുടെ കടന്നുവരവും വിപണിയെ മാറ്റിമറിച്ചു. ആളുകൾ 3G 4G ഇന്റർനെറ്റുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. MTS അപ്പോഴും പഴയ CDMA സാങ്കേതികവിദ്യയാണ് ഉപയോഗിച്ചിരുന്നത്. പുതിയ മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇത് അവരുടെ ഉപഭോക്താക്കൾ കുറയാൻ കാരണമായി. അതേസമയം മറ്റ് രാജ്യങ്ങളിലും MTS വലിയ പ്രതിസന്ധികൾ നേരിട്ടു. ഉസ്ബെക്കിസ്ഥാനിൽ അവർക്ക് വലിയൊരു ബിസിനസ് ഉണ്ടായിരുന്നു. അവിടെ അവർക്ക് 1 കോടിയോളം ഉപഭോക്താക്കൾ ഉണ്ടായിരുന്നു. എന്നാൽ 2012 ഉസ്ബെക്കിസ്ഥാൻ സർക്കാർ MTSന്റെ ലൈസൻസ് റദ്ദാക്കി. കമ്പനിയുടെ സ്വത്തുക്കൾ സർക്കാർ പിടിച്ചെടുത്തു. ഉദ്യോഗസ്ഥരെ ജയിലിൽ അടച്ചു. ഇതിലൂടെ അവിടെയും കമ്പനിക്ക് ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ നഷ്ടമുണ്ടായി. പിന്നീട് 2019 ഉസ്ബെക്കിസ്ഥാനിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ സർക്കാരിന് 850 ദശലക്ഷം ഡോളർ പിഴയായി MTSന് നൽകേണ്ടി വന്നു. ഇത്തരം ആഗോള പ്രശ്നങ്ങൾ കമ്പനിയെ സാമ്പത്തികമായി തളർത്തി. ഇന്ത്യയിലെ കടുത്ത മത്സരവും പഴയ സാങ്കേതിക വിദ്യയും കാരണം MTSന് മുന്നോട്ടു പോകാൻ കഴിഞ്ഞില്ല. ഇന്ത്യയിൽ വീണ്ടും പണം മുടക്കാൻ റഷ്യൻ കമ്പനിയായ സിസ്റ്റമ തയ്യാറായില്ല. നഷ്ടം സഹിച്ച് ബിസിനസ്സിൽ തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ ഇന്ത്യൻ വിപണിയിൽ നിന്ന് പിന്മാറാൻ അവർ തീരുമാനിച്ചു. മറ്റൊരു കമ്പനിയുമായി ലയിക്കുക എന്നത് മാത്രമായിരുന്നു അവർക്ക് മുന്നിലുണ്ടായിരുന്ന വഴി. 2016 ജനുവരി മാസത്തിൽ റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് MTSനെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ഇതൊരു വലിയ പ്രഖ്യാപനമായിരുന്നു. ഇതൊരു ഓഹരി കൈമാറ്റ ഇടപാടായിരുന്നു. സിസ്റ്റമയ്ക്ക് റിലയൻസ് കമ്മ്യൂണിക്കേഷൻസിൽ 10% ഓഹരികൾ നൽകാൻ തീരുമാനിച്ചു. പകരം MTSന്റെ ഇന്ത്യയിലെ മുഴുവൻ ബിസിനസ്സും റിലയൻസിന് ലഭിച്ചു. സ്പെക്ട്രം വാങ്ങിയ വകയിൽ സർക്കാരിന് നൽകേണ്ടിയിരുന്ന 392 കോടി രൂപയുടെ വാർഷിക ബാധ്യതയും റിലയൻസ് ഏറ്റെടുത്തു. തുടർന്നുള്ള 10 വർഷത്തേക്ക് ഈ തുക റിലയൻസ് സർക്കാരിന് നൽകണമായിരുന്നു. ഈ ലയനത്തിലൂടെ റിലയൻസിന് MTSന്റെ 90 ലക്ഷത്തോളം ഉപഭോക്താക്കളെ ലഭിച്ചു. കൂടാതെ വിലപിടിപ്പുള്ള 850 മെഗാഹെർട്സ് സ്പെക്ട്രവും റിലയൻസിന് സ്വന്തമായി. ഈ ലയന പ്രക്രിയ പൂർത്തിയാകാൻ കുറെ സമയമെടുത്തു. 2016 ഫെബ്രുവരിയിൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇതിന് അംഗീകാരം നൽകി. പിന്നീട് മാർച്ചിൽ സെബിയും അനുമതി നൽകി. 2016 സെപ്റ്റംബർ 30 രാജസ്ഥാൻ ഹൈക്കോടതിയും ലയനത്തിന് പച്ചക്കൊടി കാട്ടി. 2016 ഒക്ടോബർ 7 മുംബൈ ഹൈക്കോടതിയും ഇത് ശരിവെച്ചു. ഒടുവിൽ 2017 ഒക്ടോബർ 20 ടെലികോം വകുപ്പിന്റെ അന്തിമ അനുമതിയും ലഭിച്ചു. 2017 ഒക്ടോബർ 31 ലയനം പൂർത്തിയായതായി റിലയൻസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇതോടെ ഇന്ത്യയിൽ നിന്ന് MTS എന്ന കമ്പനി പൂർണ്ണമായും ഇല്ലാതായി. MTS റിലയൻസുമായി ലയിച്ചെങ്കിലും പിന്നീട് റിലയൻസ് കമ്മ്യൂണിക്കേഷൻസും വലിയ തകർച്ചയെ നേരിട്ടു. ജിയോയുടെ വരവോടെ റിലയൻസ് കമ്മ്യൂണിക്കേഷൻസിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ അവരും തങ്ങളുടെ മൊബൈൽ സേവനങ്ങൾ അവസാനിപ്പിച്ചു. MTSന്റെ ഉപഭോക്താക്കൾക്ക് പിന്നീട് മറ്റ് നെറ്റ്വർക്കുകളിലേക്ക് മാറേണ്ടി വന്നു. ഇന്ത്യയിൽ പരാജയപ്പെട്ടെങ്കിലും റഷ്യയിൽ MTS ഇന്നും വലിയൊരു കമ്പനിയാണ്. 80 ദശലക്ഷത്തിലധികം ഉപഭോക്താക്കൾ അവർക്ക് റഷ്യയിൽ മാത്രമുണ്ട്. അവർ ഇന്ന് കേവലം ഒരു മൊബൈൽ കമ്പനി മാത്രമല്ല, ഇതൊരു വലിയ ഡിജിറ്റൽ എക്കോസിസ്റ്റമാണ്. ബാങ്കിംഗ്, ടെലിവിഷൻ, എന്റർടൈൻമെന്റ്, സൈബർ സുരക്ഷ തുടങ്ങിയ നിരവധി മേഖലകളിൽ അവർ പ്രവർത്തിക്കുന്നു. 2022 കമ്പനിയുടെ വരുമാനം 541 ബില്യൺ റൂബിൾസ് ആയിരുന്നു. കിഴക്കൻ യൂറോപ്പിലെ ഏറ്റവും മികച്ച IT കമ്പനികളിൽ ഒന്നായി MTS മാറി. MTS ഇന്ത്യക്ക് നൽകിയ സംഭാവനകൾ മറക്കാൻ പാടില്ല. സാധാരണക്കാർക്ക് കുറഞ്ഞ ചിലവിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നതിൽ അവർ വലിയ പങ്ക് വഹിച്ചു. MTS ഡോങ്കിളുകൾ ഒരു കാലത്ത് ഇന്ത്യക്കാരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിൽ മികച്ച നെറ്റ്വർക്ക് നൽകാൻ അവർക്ക് കഴിഞ്ഞു. 2G സ്പെക്ട്രം കേസ് പോലെയുള്ള നിയമപ്രശ്നങ്ങളും സാങ്കേതിക വിദ്യ നവീകരിക്കുന്നതിലെ കാലതാമസവുമാണ് അവരുടെ പതനത്തിന് കാരണമായത്. ടെലികോം പോലെയുള്ള ഒരു ബിസിനസ്സിൽ സാങ്കേതിക വിദ്യയ്ക്കൊപ്പം മാറേണ്ടത് അത്യാവശ്യമാണെന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. മികച്ച തുടക്കം ലഭിച്ചിട്ടും വിപണി വിട്ടുപോകേണ്ടി വന്ന MTSന്റെ കഥ ഇന്ത്യൻ ബിസിനസ് ചരിത്രത്തിലെ ഒരു പ്രധാന അധ്യായമാണ്.